Dear students, welcome to this video. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലോജിക് സർക്യൂട്ടിൻ്റെ രണ്ട് ടൈപ്സിനെ കുറിച്ചാണ്. ഇതിന് മുൻപത്തെ വീഡിയോയിൽ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ലോജിക് സർക്യൂട്ട് അല്ലെ, എന്താണ് ലോജിക് സർക്യൂട്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ രണ്ട് മെയിൻ കാറ്റഗറീസ് ആണ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് ആൻഡ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്. ഇതിൽ ഈ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിൻ്റെ ഒരു ഔട്ട്ലൈൻ പിക്ചറാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ഓൾസോ എ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ബട്ട് വിത്ത് ആൻ എക്സ്ട്രാ എലമെൻറ്റ് മെമ്മറി. അതായത് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഇൻപുട്ടാണ്. ഓക്കെ, അതായത് ഈ കോമ്പിനേഷൻ സർക്യൂട്ടിലോട്ട് അല്ലെങ്കിൽ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിലേക്ക് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് മാത്രമല്ല ഇത് എടുക്കുന്നത്, എന്തുകൂടെയാണ് പാസ്റ്റ് ഇൻപുട്സ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇതിന് മുൻപത്തെ ഇൻപുട്ടുകളും പ്രസൻറ്റ് ഇൻപുട്ടിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ എന്താ പറയുക, ഔട്ട്പുട്ടും ഇവിടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് വിത്ത് ആൻ എക്സ്ട്രാ എലമെൻറ്റ് മെമ്മറി, അതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു പ്യുവർ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഹാവ് ദിസ് മെമ്മറി എലമെൻറ്റ്. അതായത് ഒരു സാധാരണ കോമ്പിനേഷൻ സർക്യൂട്ടിന്, അതായത് നമ്മൾ ഇത്ര നാളും പഠിച്ചിട്ടുള്ള ലോജിക് സർക്യൂട്ടുകളിൽ ഒന്നും തന്നെ നമ്മൾ മെമ്മറി എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ സാധാരണ ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ നോട്ട് ഹാവ് ദിസ് എലമെൻറ്റ് മെമ്മറി. മെമ്മറി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അവിടെ ഉണ്ടാവില്ല. ഇറ്റ്സ് ഔട്ട്പുട്ട് പ്യുവർലി ഡിപ്പെൻഡ് ഓൺ ഇൻപുട്ട്. നമ്മളിപ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് വരിക. നേരെ മറിച്ച് ഇൻ ദ കേസ് ഓഫ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് വി ക്യാൻ സീ ദാറ്റ് ഹിയർ വി ക്യാൻ സീ ദിസ് മെമ്മറി എലമെൻറ്റ്. അതുകൊണ്ട് തന്നെ എന്താണ്, ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട് ആൻഡ് ഓൾസോ ദ പാസ്റ്റ് ഇൻപുട്ട്. ഓക്കെ, ഈ പാസ്റ്റ് ഇൻപുട്ടിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്ന എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിൽ നമുക്ക് ടി വി റിമോട്ട് പറയാൻ പറ്റും. ടി വി റിമോട്ട് എങ്ങനെയാണ്, നമ്മൾ വെറുതെ എന്താ പറയുക, ഇപ്പോൾ ചാനൽ നമ്മൾ മാറ്റുന്നു. അപ്പോൾ എങ്ങനെയാണ്, തൊട്ട് മുൻപത്തെ ചാനൽ ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന് ശേഷമുള്ള ചാനൽ വരുന്നത് അല്ലേ. അപ്പോൾ ടി വി റിമോട്ടൊക്കെ നമുക്ക് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. നമ്മുടെ സിസ്റ്റത്തിൽ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ALU എന്ന് പറയുന്ന ഒരു പാർട്ടിനകത്താണ്. ഈ ALU എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്. അതായത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, ഇപ്പോൾ നമ്മൾ ഇതിന് മുൻപ് പഠിച്ചിട്ടുണ്ട് ബൈനറി അരിത്തമെറ്റിക്സ് അല്ലെ, ബൈനറി നമ്പേഴ്സിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം തന്നെ ചെയ്യുന്നത് ALU എന്ന് പറയുന്ന ഒരു പാർട്ടാണ് അല്ലെ. CPUവിനകത്തുള്ള അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ് ആണ് അത്തരത്തിലുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത്. ഇനി ഈ ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് നമുക്കുള്ള ഒരു കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആണ് ആഡേഴ്സ്. ഓക്കെ, ആഡേഴ്സ് തന്നെ രണ്ട് ടൈപ്പിലുണ്ട്, ഹാഫ് ആഡറും ഉണ്ട്, ഫുൾ ആഡറും ഉണ്ട്. ഇനി അതുപോലെ തന്നെ സബ്ട്രാക്ടേഴ്സ്, രണ്ട് ബൈനറി നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടാണ് സബ്ട്രാക്ടേഴ്സ്. അതും ഹാഫ് സബ്ട്രാക്ടറും ഉണ്ട്, ഫുൾ സബ്ട്രാക്ടറും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കോമ്പിനേഷൻ സർക്യൂട്ടിലത്തെ ഹാഫ് ആഡേഴ്സും സബ്ട്രാക്ടേഴ്സുമാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കായിരിക്കും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് ഹാവ് മെമ്മറി. ഓക്കെ, പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്, അതായത് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതല്ലാതെ എങ്ങനെ നമുക്കൊരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ സിസ്റ്റത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, അതിനെ കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. ആ സ്റ്റെപ്സിലത്തെ എല്ലാ സ്റ്റെപ്പും നമുക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് എഴുതുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് സ്റ്റേറ്റ് ദ ഗിവൺ പ്രോബ്ലം
കംപ്ലീറ്റ്ലി ആൻഡ് എക്സാക്ട്ലി. അതായത് എന്താണ് നമ്മുടെ പർപ്പസ്, ഞാൻ എഴുതുന്നുണ്ട്, സ്റ്റേറ്റ് ദ പ്രോബ്ലം. എന്താണ് നമ്മുടെ ആവശ്യം എന്നുള്ളത് വ്യക്തമായി നമ്മൾ അവിടെ സ്റ്റേറ്റ് ചെയ്യുക. എക്സാക്ട്ലി, സ്റ്റേറ്റ് ദ ഗിവൺ പ്രോബ്ലം കംപ്ലീറ്റ്ലി ആൻഡ് എക്സാക്ട്ലി. അതായത് ഇപ്പോൾ എനിക്ക് ഒരു ആഡർ സർക്യൂട്ടാണ്, എനിക്ക് ആഡർ കോമ്പിനേഷൻ സർക്യൂട്ടാണ് എനിക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കണം? രണ്ട് ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് എനിക്ക് ഡിസൈൻ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് നല്ല രീതിയിൽ തന്നെ സ്റ്റേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തത് എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്റർപ്രറ്റ് ദ പ്രോബ്ലം ടു ഡിറ്റർമിൻ അവൈലബിൾ ഇൻപുട്ട് വേരിയബിൾസ് ആൻഡ് റിക്വയർഡ് ഔട്ട്പുട്ട് വേരിയബിൾസ്. ഓക്കെ, അതായത് ഇപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലം, ഇപ്പോൾ ഒരു ആഡർ സർക്യൂട്ട് ആണല്ലോ ഡെവലപ്പ് ചെയ്യേണ്ടത്. ആഡർ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഏതൊക്കെ ഇൻപുട്ട് വേരിയബിൾസ് വേണം? ഇപ്പോൾ നമുക്ക് പറയാം 2 ബൈനറി നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ബൈനറി നമ്പേഴ്സിൽ 2 ഇൻപുട്ട് ബൈനറി നമ്പർ ആവാം, 3 ഇൻപുട്ട് ആവാം, അല്ലേ? അപ്പോൾ എത്ര ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ട്, അതിനനുസരിച്ച് എത്ര ഔട്ട്പുട്ട് വേരിയബിൾസ് വരും, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യാം, അല്ലേ? അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റിൽ നമ്മൾ വേരിയബിൾസിനെ കുറിച്ചാണ് ധാരണയിൽ എത്തുന്നത്. വേരിയബിൾസ്, അത് ഇൻപുട്ട് വേരിയബിളും അതുപോലെ തന്നെ ഔട്ട്പുട്ട് വേരിയബിളും ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ സ്റ്റേറ്റ് ദ പ്രോബ്ലം. സ്റ്റേറ്റ് ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ട്രൂത്ത് ടേബിളൊക്കെ വരച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ആ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം വേരിയബിൾസ്, ഇൻപുട്ട് വേരിയബിൾസ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് വേരിയബിൾസ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ അസൈൻ എ ലെറ്റർ സിമ്പിൾ ടു ഈച്ച് ഇൻപുട്ട് വേരിയബിൾ ആൻഡ് ഈച്ച് ഔട്ട്പുട്ട് വേരിയബിൾ. അതായത് ഇപ്പോൾ എത്ര വേരിയബിൾസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ വേരിയബിൾസിന് ഓരോ ലെറ്റർ സിമ്പിൾസ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ABC എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ലേ, അതുപോലെ ഓരോ ലെറ്റർ സിമ്പിൾസ് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെറ്റർ സിമ്പിൾസ് ആണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫോർത്ത് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഡിസൈൻ എ ട്രൂത്ത് ടേബിൾ ദാറ്റ് ഡിഫൈൻസ് ദ റിക്വയർഡ് റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലല്ല കേട്ടോ ട്രൂത്ത് ടേബിൾ. ഫോർത്ത് സ്റ്റെപ്പിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻപുട്ട് വേരിയബിൾസിന്റെ കറസ്പോണ്ടിങ് സിമ്പിൾസും ഔട്ട്പുട്ട് വേരിയബിൾസിന്റെ കറസ്പോണ്ടിങ് സിമ്പിൾസും എല്ലാം കൂടെ വരുന്ന ഒരു ട്രൂത്ത് ടേബിൾ ഡിസൈൻ ചെയ്യുന്നത് നാലാമത്തെ സ്റ്റെപ്പിലാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്റ്റെയിൻ സിംപ്ലിഫൈഡ് ബൂളിയൻ എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഔട്ട്പുട്ട്. ഓരോ ഔട്ട്പുട്ട് വേരിയബിളിനും എന്ത് ചെയ്യുക, ഓരോ ബൂളിയൻ എക്സ്പ്രഷൻസ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഓരോ ഔട്ട്പുട്ട് വേരിയബിളിനും ഓരോ ബൂളിയൻ എക്സ്പ്രഷൻ ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, അല്ലെ? നമ്മളത് ഓൾറെഡി പഠിച്ചതാണ്. ഒരു ട്രൂത്ത് ടേബിൾ തന്നു കഴിഞ്ഞാൽ ആ ട്രൂത്ത് ടേബിളിനെ ബേസ് ചെയ്ത് എങ്ങനെ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഡെവലപ്പ് ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ പറയുന്നത്, ഈ ബൂളിയൻ എക്സ്പ്രഷനെ ഒരു ലോജിക് സർക്യൂട്ട് ഡയഗ്രത്തിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെ? ഒരു ബൂളിയൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ലോജിക് സർക്യൂട്ട് വരയ്ക്കാനായിട്ട് നമുക്കറിയാം, അല്ലെ? അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ബൂളിയൻ എക്സ്പ്രഷൻ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടി. സോ കറസ്പോണ്ടിങ്ലി ഡ്രോ ദ ലോജിക് സർക്യൂട്ട് ഓഫ് ദ ബൂളിയൻ എക്സ്പ്രഷൻ. ഓക്കെ, ഇങ്ങനെ 6 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുക, അതിനുശേഷം വേരിയബിൾസിനെ കുറിച്ച് ഒരു ധാരണയാവുക. തേർഡ് സ്റ്റെപ്പിൽ ഓരോ വേരിയബിളിലും ലെറ്റർ സിമ്പിൾ അസൈൻ ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പിൽ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ട്രൂത്ത് ടേബിളിൽ നിന്നും ബൂളിയൻ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക. സിക്സ്ത് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഫിഫ്ത്ത് സ്റ്റെപ്പിൽ കിട്ടിയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ്റെ കറസ്പോണ്ടിങ് ലോജിക് സർക്യൂട്ട് വരയ്ക്കുക. ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കോമ്പിനേഷൻ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ആഡേഴ്സ് ആണ്. ആഡേഴ്സ് ഉണ്ട്, സബ്ട്രാക്ടേഴ്സ് ഉണ്ട്. ഈ വീഡിയോയിൽ ആഡേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ആഡറിൻ്റെ ഒരു കറസ്പോണ്ടിങ് ലോജിക് സർക്യൂട്ട് നമുക്ക് വരയ്ക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആഡേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ 2 ടൈപ്പിലുള്ള ആഡേഴ്സ് ആണുള്ളത്. ഒന്ന് ഹാഫ് ആഡർ ആൻഡ് ഫുൾ ആഡർ. ഹാഫ് ആഡർ എന്ന് പറയുമ്പോൾ ഹാഫ് ആഡർ സർക്യൂട്ട് അല്ലെങ്കിൽ ഹാഫ് ആഡേഴ്സിനെ
2 ബിറ്റുകളെ മാത്രമേ ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, 2 ബിറ്റുകളെ ആഡ് ചെയ്യുന്ന സർക്യൂട്ട്സ് ആണ് ഹാഫ് ആഡർ സർക്യൂട്ട്സ്. അപ്പോൾ ഫുൾ ആഡർ എന്തായിരിക്കും? 3 ബിറ്റുകളെ ആഡ് ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ടാണ് ഫുൾ ആഡർ സർക്യൂട്ട്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് 2 ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ ബൈനറി നമ്പറാണ് 1101, രണ്ടാമത്തെ ബൈനറി നമ്പറാണ് 111001. ഓക്കെ, ഇതാണ് എൻ്റെ രണ്ടാമത്തെ ബൈനറി നമ്പർ. ഈ 2 നമ്പേഴ്സ് തമ്മിലാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. ഈ ഒന്നാമത്തെ നമ്പറിൽ എത്ര ബിറ്റ് ഉണ്ട്? 4 ബിറ്റ് ഉണ്ട് അല്ലെ? ഈ 4 ബിറ്റിന് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. ഇത് എ എന്ന് പറയുന്ന നമ്പർ, ഇത് ബി എന്ന് പറയുന്ന ബൈനറി നമ്പർ. അപ്പൊ ഇതിലെ ഒന്നാമത്തെ ബിറ്റിന് ഞാൻ A1 എന്ന് എഴുതി, ഇത് A2, ഇത് A3, ഇത് A4. ഇനി രണ്ടാമത്തെ ബൈനറി നമ്പറിലത്തെ 4 ബിറ്റ് തന്നെയാണുള്ളത്. അതിന് ഞാൻ ഇങ്ങനെ എഴുതാണ് B1, B2, B3, B4. അപ്പൊ ഇത് രണ്ടും തമ്മിലാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെയായിരിക്കും നമ്മൾ സാധാരണ ആഡ് ചെയ്യുക? 1 + 1 എന്താണ് വരിക? 1 + 1 സമ്മ് 0 വരും, ക്യാരി 1 വരും അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്നത് സമ്മാണ്, ഇവിടെ നമ്മൾ എഴുതുക ക്യാരിയാണ് അല്ലെ? അപ്പൊ 1ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ സമ്മ് 0 വരും, ഇവിടെ ക്യാരി വരും. പിന്നെ നമ്മൾ ഈ 3 ബിറ്റുകൾ തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. ഈ ക്യാരി ബിറ്റ് ആയിട്ടുള്ള 1ഉം പിന്നെ നമ്മുടെ സാധാരണ ബിറ്റുകളായിട്ടുള്ള 2 ബിറ്റും. അപ്പോൾ 1 വരും. ഇനി 1 + 1 ഇവിടെ എന്ത് വരും? 1 വരും. അഗെയിൻ 1 + 1 0 വിത്ത് എ ക്യാരി അല്ലെ? അങ്ങനെയാണ് ഇതിന്റെ അഡീഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ അഡീഷൻ വരുന്നത്. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് റെപ്രസെന്റേഷൻ ഇതിൽ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യം A4ഉം B4ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സം ബിറ്റിലത്തെ 4ാമത്തെ ബിറ്റ് കിട്ടും അല്ലെ? S4 കിട്ടും. അപ്പോൾ ഒരു ക്യാരി അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഈ ക്യാരിയാണ് ബാക്കി 2 ബിറ്റുകളുടെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് S3 കിട്ടും. അപ്പൊ നമ്മുടെ ഈ ഒരു കേസിൽ ഒരു ക്യാരി അവിടെ ജനറേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാരി ഇവിടെ ജനറേറ്റ് ചെയ്യാം അല്ലെ? ഈ 2 ബിറ്റുകൾ, ഇതിപ്പോ ഒരു 1 + 1 വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സമ്മും വരാം, ഇവിടെ ഒരു ക്യാരിയും വരാം. അപ്പൊ എഗെയിൻ ഈ 3 ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? S2 കിട്ടും. അപ്പൊ ചിലപ്പോൾ ഒരു ക്യാരി വരാം, പിന്നെ എന്ത് വരും? S1 വരും അല്ലെ? അങ്ങനെയാണ് നമ്മൾ സം ബിറ്റിലത്തെ എല്ലാ ബിറ്റുകളും കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ തന്നെ അതിൽ എന്ത് വന്നു? 2 ബിറ്റുകൾ തമ്മിലുള്ള അഡീഷനും വന്നു, 3 ബിറ്റുകൾ തമ്മിലുള്ള അഡീഷനും വന്നു അല്ലെ? ഇപ്പോൾ ആദ്യത്തെ റൈറ്റ് മോസ്റ്റ് 2 ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ ഇതൊരു എന്താ A4ഉം B4 എന്ന് പറയുന്ന 2 ബിറ്റുകൾ തമ്മിലാണ് ഇവിടെ അഡീഷൻ നടത്തിയത് അല്ലെ? അപ്പോൾ A4ഉം B4 എന്ന് പറയുന്ന ഈ 2 ബിറ്റുകൾ ആഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ഹാഫ് ആഡർ മതി അല്ലെ? ഹാഫ് ആഡർ സർക്യൂട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ആഡ് 2 ബിറ്റ്സ്. നേരെ മറിച്ച് ഇത് നോക്കൂ, ഇപ്പൊ ഇവിടെ ആഡ് ചെയ്തപ്പോൾ ഇവിടെ ഒരു സമ്മ വന്നു, ക്യാരി വന്നു. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? 3 ബിറ്റുകളുടെ അഡീഷൻ ആണ്. സോ ഇറ്റ് റിക്വയർസ് എ ഫുൾ ആഡർ. കണ്ടോ? 3 ബിറ്റുകളുടെ അഡീഷൻ വന്നപ്പോൾ അത് പെർഫോം ചെയ്യാനായിട്ട് എന്ത് വേണം? ഒരു ഫുൾ ആഡർ വേണം. ഹാഫ് ആഡർ കൊണ്ട് 2 ബിറ്റുകൾ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ ആഡർ സർക്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് 3 ബിറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ എഗെയിൻ ഇവിടെ ഒരു സമ്മ് വന്നു, അപ്പൊ ഇവിടെ ക്യാരി വരാം അല്ലെ? ക്യാരി വരാം, വരാതിരിക്കാം. ക്യാരി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാരി ബിറ്റ് 0 ആയിട്ട് അസ്യൂം ചെയ്യാം അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ 3 ബിറ്റുകളുടെ അഡീഷൻ ആണ് വരുന്നത്. സോ ഇവിടെയും നമുക്ക് എന്ത് വേണം? ഒരു ഫുൾ ആഡർ സർക്യൂട്ട് വേണം. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഫുൾ ആഡർ സർക്യൂട്ട് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2 ബൈനറി നമ്പേഴ്സ്, 4 ബിറ്റുകൾ വീതമുള്ള 2 ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഹാഫ് ആഡർ സർക്യൂട്ടും 3 ഫുൾ ആഡർ സർക്യൂട്ടും വേണം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ എന്തിനാണ് ഹാഫ് ആഡേഴ്സ് ഫുൾ ആഡേഴ്സ് യൂസ് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഹാഫ് ആഡർ സർക്യൂട്ടുകൾ വെച്ചിട്ട് നമുക്ക് 2 ബിറ്റുകളെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഫുൾ ആഡർ സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് 3 ബിറ്റുകളെ ആഡ് ചെയ്യാം. അപ്പോൾ ഹാഫ് ആഡർ സർക്യൂട്ടിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 2 ആണ്. ഫുൾ ആഡർ സർക്യൂട്ടിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ രണ്ടിന്റെയും ഔട്ട്പുട്ടിൽ എത്ര വേരിയബിൾസ് ഉണ്ടാവും? 2 വേരിയബിൾസ്.
അല്ലേ? ഹാഫ് ആഡർ ആണെങ്കിലും ഫുൾ ആഡർ ആണെങ്കിലും അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സം എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടും ക്യാരി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഹാഫ് ആഡറിന് 2 ഇൻപുട്ടും ഫുൾ ആഡറിന് 3 ഇൻപുട്ടും ഉണ്ടാവും. ഇതിന് രണ്ടിനും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഒന്ന് സമ്മും പിന്നൊന്ന് ക്യാരി. കണ്ടോ, നമ്മൾ ആ പറഞ്ഞ സ്റ്റെപ്പുകൾ കണ്ടോ? അതായത് ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഓരോരോ സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഡിഫൈൻ ദ പ്രോബ്ലം അല്ലെങ്കിൽ സ്റ്റേറ്റ് ദ ഗിവൺ പ്രോബ്ലം കംപ്ലീറ്റ്ലി ആൻഡ് എക്സാക്ട്ലി. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്തു. 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബിറ്റ് ബൈ ബിറ്റ് അഡീഷനാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണയായി. പിന്നെ നമ്മൾ പറഞ്ഞു എത്ര ഇൻപുട്ട് വേണം, എത്ര ഔട്ട്പുട്ട് വേണം, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? ഇൻപുട്ടിനെ കറക്റ്റായിട്ട് വേരിയബിളിൻ്റെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക. നമുക്ക് ചെയ്യാം. എങ്ങനെ വരും? ഇൻപുട്ടിനെ ഹാഫ് ആഡറിന്റെ കേസ് നമുക്കൊന്ന് നോക്കാം, അതിനുശേഷം ഫുൾ ആഡർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, രണ്ടും പാരലലി പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ഹാഫ് ആഡറിന് എത്ര ഇൻപുട്ട് വേണം എന്നാണ് നമ്മൾ പറഞ്ഞത്? 2 ഇൻപുട്ട് അല്ലെ? അപ്പോൾ ഹാഫ് ആഡറിന്റെ കേസിൽ ഇൻപുട്ട് ഇതാണ്, ഔട്ട്പുട്ട് ഇതാണ്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് 2 ഇൻപുട്ട് വേണം. അപ്പോൾ 2 ഇൻപുട്ടിനെ ഞാൻ AB എന്ന് പറയുന്ന പേരിൽ റെപ്രസെന്റ് ചെയ്തു. ഔട്ട്പുട്ടിനെ ഇതുപോലെ തന്നെ സമ്മും ക്യാരിയും എന്ന് പറയുന്ന പേരിൽ തന്നെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ഫുൾ ആഡറിന്റെ കേസ് വന്നു. ഫുൾ ആഡറിന് 3 ഇൻപുട്ടാണ് വേണ്ടത്. അപ്പൊ ഞാൻ 3 വേരിയബിൾസിന് പേരെടുത്തു. AB, C എടുക്കുന്നില്ല, കാരണം C നമ്മൾ ക്യാരിക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻപുട്ടായിട്ട് A, B, D എന്ന് പറയുന്ന 3 വേരിയബിൾസ് ആണ് ഞാൻ എടുക്കുന്നത്. A, B, D എന്ന് പറയുന്ന 3 വേരിയബിൾസ് എടുത്തു. ഔട്ട്പുട്ടിന് ഏതാണ്? സമ്മും ക്യാരിയും തന്നെയാണ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതൊരു ട്രൂത്ത് ടേബിളിന്റെ രീതിയിൽ വന്നു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ നമ്മൾ വരയ്ക്കണം അല്ലെ? ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഇൻപുട്ടിന് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കണം. അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഔട്ട്പുട്ട് വരുന്നത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ 4 കോമ്പിനേഷൻസ് ആവാം. 2ഉം 0 ആവാം, 0 1 ആവാം, 1 0 ആവാം, 1 1 ആവാം. 0യും 0യും കൂടെ ഇപ്പൊ ഈ 2 ബിറ്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സം എന്ത് വരും? 0 വരും, ക്യാരിയും 0 വരും. 0യും 1ഉം കൂടിയാണെങ്കിലോ സമ്മ് 1 വരും, ക്യാരി 0 വരും. 1ഉം 0 ആണെങ്കിലും സമ്മ് 1 വരും, ക്യാരി 0 വരും. 1ഉം 1 ആണെങ്കിലോ സമ്മ് 0 വരും, ക്യാരി 1 വരും. അതാണ് ഹാഫ് ആഡറിന്റെ ട്രൂത്ത് ടേബിൾ. ഇനി ഫുൾ ആഡറിന്റെ കേസ് എങ്ങനെയാണ്? 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. ഇതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്ടുകൾ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സമ്മും ക്യാരിയും എന്താ നമുക്ക് നോക്കാം. 0 0 0 ആണെങ്കിൽ സമ്മ് 0, ക്യാരി 0. 0 0 1 ആണെങ്കിൽ 1ഉം 0യും വരും, ഇവിടെയും 1ഉം 0യും വരും. ഇവിടെ 0 1 വരും, ഇവിടെ 1 0 വരും, ഇവിടെ 0 ഇവിടെ 1 വരും, ഇവിടെ 0 ഇവിടെ 1 വരും, ഇവിടെ 1 ഇവിടെ 1 വരും അല്ലെ? ഇതാണ് ഹാഫ് ആഡറിന്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ കിട്ടി. ഈ ട്രൂത്ത് ടേബിളിൽ നിന്ന് ഇതിന്റെ കറസ്പോണ്ടിങ് ബൂളിയൻ എക്സ്പ്രഷൻ നമ്മൾ ഫോം ചെയ്യണം. എങ്ങനെയാണ് ഒരു ട്രൂത്ത് ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ബൂളിയൻ എക്സ്പ്രഷൻ നമ്മൾ ഫോം ചെയ്യുക? എങ്ങനെയാണ്? നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻസ് പഠിച്ചിട്ടില്ലേ? സോപ്പ്, പോസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, സമ്മ്, അതായത് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന അനുസരിച്ച് സമ്മ് ക്യാരി എന്ന് പറയുന്ന 2 ഔട്ട്പുട്ടാണ് ഉള്ളത്. എനിക്ക് സം എന്ന് പറയുന്ന എസിന്റെ കറസ്പോണ്ടിങ് ബൂളിയൻ എക്സ്പ്രഷനാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയായിരിക്കും ഞാൻ കണ്ടുപിടിക്കുക? എങ്ങനെയായിരിക്കും? S ഈക്വൽ ടു C ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 2 എക്സ്പ്രഷൻസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുപിടിക്കുക? സം ഓഫ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോപ്പ് എന്നുള്ള രീതിയിൽ നോക്കാം. അങ്ങനെയാവുമ്പോൾ എങ്ങനെ വരും? അതായത് ഇതിന്റെ എക്സ്പ്രഷൻ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിലെ ഏതൊക്കെ റോസ് അല്ലെങ്കിൽ ഏതൊക്കെ കോളംസ്, ഏതൊക്കെ റോസിനാണോ 1 എന്ന് പറയുന്ന വാല്യൂ വരുന്നത് അല്ലെ? സോപ്പിൽ അങ്ങനെയല്ലേ? ഇത് 1 ആണ്, ഇതും 1 ആണ്. ഇതിന്റെ കറസ്പോണ്ടിങ് ടേംസിനെ എടുത്തെഴുതുക. എങ്ങനെ? മിൻ ടേം, മാക്സ് ടേം എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തെഴുതുന്നു. അപ്പോൾ ഇത് 1 ആണ്. ഈ 1ന്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എന്ത് വരും? മിൻ ടേം റെപ്രസെന്റേഷനിൽ
ഒരു വേരിയബിളിന് 0 വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ ആ വേരിയബിളിനെ കോംപ്ലിമെന്റ് ചെയ്ത് എഴുതണം. അപ്പോ എ കോംപ്ലിമെന്റ് ബി ഓർ എന്ത് വരും, എ ബി കോംപ്ലിമെന്റ്. കിട്ടിയോ? അപ്പൊ സം എന്ന് പറയുന്ന ഈ ഒരു കോളത്തില് 2 വണ്ണുകളാണ് ഉള്ളത്. ഈ വണ്ണിന്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ ആണ് എ കോംപ്ലിമെന്റ് ബി, മീൻ ടേം. ഇനി ഈ വണ്ണിന്റെ കറസ്പോണ്ടിങ് ആണ് എ ബി കോംപ്ലിമെന്റ്. അപ്പൊ സോപ്പ് എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ എസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ബി ഓർ എ ബി കോംപ്ലിമെന്റ്. കിട്ടിയോ? ഇനി ക്യാരി എന്ന് പറയുന്ന കോളം നോക്കുമ്പോൾ അതിലാകെ കൂടെ ഒരു വണ്ണേ ഉള്ളൂ അല്ലെ. ഈ വണ്ണിന്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എന്ത് വരും, എ ഡോട്ട് ബി അല്ലെ. അപ്പൊ ക്യാരി ഈക്വൽ ടു എ ഡോട്ട് ബി. യെസ്, ഇതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ക്ലിയർ ആയോ? അതായത് ഒരു ഹാഫ് ആഡർ സർക്യൂട്ടിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഈ ട്രൂത്ത് ടേബിളിൽ നിന്നും ഡിറൈവ് ചെയ്ത സമ്മിന്റെയും ക്യാരിയുടെയും എക്സ്പ്രഷൻസ് ആണ് ഇവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹാഫ് ആഡർ എന്താണ്, അല്ലെങ്കിൽ ഹാഫ് ആഡറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. ആദ്യം ഹാഫ് ആഡർ എന്താണെന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആഡ് 2 bits അല്ല, 2 ബിറ്റുകളെ ആഡ് ചെയ്യാനാണ് ഹാഫ് ആഡർ യൂസ് ചെയ്യുന്നത്. അതിന് 2 ഔട്ട്പുട്ടുകൾ ഉണ്ടായിരിക്കും, ഒന്ന് സമ്മും ഒന്ന് ക്യാരിയും. ഇനി ഹാഫ് ആഡറിന്റെ ഈ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. അതിനുശേഷം ട്രൂത്ത് ടേബിളിൽ നിന്ന് ഈ എക്സ്പ്രഷൻസ് എടുത്തെഴുതുക. എസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ബി ഓർ എ ബി കോംപ്ലിമെന്റ്, ക്യാരി ഈക്വൽ ടു എ ഡോട്ട് ബി. ഓക്കെ, ഇതാണ് ഹാഫ് ആഡറിന്റെ കേസ്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ ആഡറിന്റെയും വരയ്ക്കാനായിട്ട് സാധിക്കും. ഫുൾ ആഡറിനെ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും, സമ്മില് എസ് ഈക്വൽ ടു, ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഹാഫ് ആഡറിനെ ഞാൻ ഇത് മാറ്റോട്ടെ. ഇനി എന്താ വേണ്ടത്, ഇതിന്റെ സർക്യൂട്ട് വരയ്ക്കണം അല്ലെ. അപ്പൊ ഞാൻ ഈ ട്രൂത്ത് ടേബിൾ മാറ്റിയാണ്. ഇനി ഇപ്പൊ എസിന്റെയും അതായത് സമ്മിന്റെയും ക്യാരിയുടെയും ബൂളിയൻ എക്സ്പ്രഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്, ബൂളിയൻ എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോ എ ലോജിക് സർക്യൂട്ട് ഡയഗ്രാം ടു ഇംപ്ലിമെന്റ് ദ ബൂളിയൻ എക്സ്പ്രഷൻ. ഈ ബൂളിയൻ എക്സ്പ്രഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ലോജിക് സർക്യൂട്ട് വരയ്ക്കുക. അപ്പൊ ആദ്യം നമുക്ക് ക്യാരിയുടെ വരയ്ക്കാം. ക്യാരിയുടെ എളുപ്പമാണ്, ക്യാരിയുടെ വരയ്ക്കാം. അപ്പൊ ക്യാരിയുടെ വരയ്ക്കുമ്പോൾ ഏതൊക്കെയാണ് ഇൻപുട്ട് വരുന്നത്, ക്യാരിയുടെ വരയ്ക്കുമ്പോൾ ഇൻപുട്ട് വരുന്നത് 2 വേരിയബിൾസ് ആണ്, എയും ബിയും. ഈ എയും ഈ ബിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്യാരി. ഓക്കെ, ഇനി സമ്മിന്റെ കേസ് എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെയാണ് ഇൻപുട്ട് വരുന്നത്, എ കോംപ്ലിമെന്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ തെറ്റിപ്പോവരുത്, നമ്മളിത് യൂണിവേഴ്സൽ ഗേറ്റ്സ് വെച്ചിട്ട് ഒന്നല്ല വരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 ഇൻപുട്ടേ നമ്മൾ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, ഒന്ന് എയും പിന്നെ ബിയും. അല്ലാതെ എ കോംപ്ലിമെന്റ് ബി എ ബി കോംപ്ലിമെന്റ് അങ്ങനെ കൊടുക്കരുത് കേട്ടോ. എ ബി എന്ന് പറയുന്ന 2 ഇൻപുട്ട് മാത്രമേ സമ്മിന് വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്, എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ ഒരു നോട്ട് ഗേറ്റ് വെച്ചാൽ മതി. എ കോംപ്ലിമെന്റും ബിയും കൂടെ ആഡ് ചെയ്തതാണ് ഒന്നാമത്തത്. ഇനി എയും ബി കോംപ്ലിമെന്റും കൂടെ ആഡ് ചെയ്തതാണ് രണ്ടാമത്തത്. അപ്പൊ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നതും വരുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, എ കോംപ്ലിമെന്റും ബിയും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. എ കോംപ്ലിമെന്റും ബിയും കൂടെ ആഡ് ചെയ്തു. ഇനി അടുത്തത് എന്താ ചെയ്യുന്നത്, ബി കോംപ്ലിമെന്റും എയും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഇതെന്ത് വരും, എ കോംപ്ലിമെന്റ് ബി, ഇത് എ കോംപ്ലിമെന്റ് ബി, ഇത് എ ബി കോംപ്ലിമെന്റ്. കഴിഞ്ഞിട്ടില്ല, ഇനി എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ ഓർ ചെയ്യണം. ദിസ് ഇസ് അവർ ഫൈനൽ സം. കിട്ടിയോ? അപ്പോൾ ഹാഫ് ആഡറിന്റെ സം എന്ന് പറയുന്ന എസിന്റെ കറസ്പോണ്ടിങ് ലോജിക് സർക്യൂട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി ക്യാരിയുടെ കറസ്പോണ്ടിങ് ലോജിക് സർക്യൂട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് ഹാഫ് ആഡർ സർക്യൂട്ട്. ഇനി ഫുൾ ആഡറിന്റെ കേസ് നോക്കാം. ഫുൾ ആഡറിന്റെ ട്രൂത്ത് ടേബിൾ വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇത് പഠിക്കണം കേട്ടോ. ഹാഫ് ആഡറിന്റെ സമ്മിന്റെ എക്സ്പ്രഷൻ, ക്യാരിയുടെ എക്സ്പ്രഷൻ, അതിന്റെ കറസ്പോണ്ടിങ് ലോജിക് സർക്യൂട്ട്, അതൊക്കെ നിങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നതെന്നാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്താ വേണ്ടത്, ഫുൾ ആഡറിന്റെ സമ്മിനും ക്യാരിക്കും ഓരോ എക്സ്പ്രഷൻ വീതം നമുക്ക് അങ്ങോട്ട് ഡിറൈവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സമ്മിന്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും, എസ് ഈക്വൽ ടു, എവിടെയൊക്കെയാണ് 1 വന്നിരിക്കുന്നത്, എസിന് എവിടെയൊക്കെയാണ് 1 വന്നിരിക്കുന്നത്, ഇവിടെ ഒരു 1 ഉണ്ട്, 2,
3 4 വണ്ണുകളുണ്ട് അല്ലെ. അപ്പൊ 4 മിൻ ടേംസ് ഉണ്ടാവും. എങ്ങനെ വരും? ആദ്യത്തെ മിൻ ടേം ഏതാ വരിക? എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ഡി ഓർ എ കോംപ്ലിമെന്റ് ബി ഡി കോംപ്ലിമെന്റ് ഓർ ഇനി അടുത്തത് എന്ത് വരും? എ ബി കോംപ്ലിമെന്റ് ഡി കോംപ്ലിമെന്റ് ഓർ ലാസ്റ്റത്തത് എ ബി ഡി അല്ലെ. എല്ലാ ടേംസും നമ്മൾ എടുത്തെഴുതി. എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് ഡി പ്ലസ് എ കോംപ്ലിമെന്റ് ബി ഡി കോംപ്ലിമെന്റ് എ ബി കോംപ്ലിമെന്റ് ഡി കോംപ്ലിമെന്റ് ഓർ എ ബി ഡി. ഇനി ഇതുപോലെ തന്നെ ക്യാരിക്ക് ഏത് എക്സ്പ്രഷനാണ് വരിക? ക്യാരിക്ക് ഇതുപോലെ തന്നെ 4 ടേംസ് വരും. ഒന്നാമത്തെ ടേം എ കോംപ്ലിമെന്റ് ബി ഡി ഓർ അടുത്തത് ഏതാ വരിക? ഇത് വരും അല്ലെ. എ ബി കോംപ്ലിമെന്റ് ഡി ഓർ അടുത്തത് എ ബി ഡി കോംപ്ലിമെന്റ്. ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. എ ബി ഡി കോംപ്ലിമെന്റ്. ഇനി അടുത്തത് എ ബി ഡി ഓർ എ ബി ഡി. ഇതിപ്പോൾ വലിയൊരു എക്സ്പ്രഷനാണ്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് കോമൺ ടേംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആദ്യം നമുക്ക് ക്യാരിയുടെ കേസ് നോക്കാം. ഇതല്ല ക്യാരിയുടെ വരുന്നത്. എ കോംപ്ലിമെന്റ് ബി ഡി ഓർ എ ബി കോംപ്ലിമെന്റ് ഡി ഓർ എ ബി ഡി കോംപ്ലിമെന്റ് ഓർ എ ബി ഡി. ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? നമുക്ക് നോക്കാം. അതായത് എ കോംപ്ലിമെന്റ് ബി ഡി, എ ബി കോംപ്ലിമെന്റ് ഡി, എ ബി ഡി കോംപ്ലിമെന്റ് ഓർ എ ബി ഡി അങ്ങനെ എഴുതി. ഇനി ഇതിന്റെ കൂടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റ് ബി ഡി ഓർ എ ബി ഡി, അതായത് ഇതിൽ ചെയ്യുന്നത് ഞാനിപ്പോൾ എ കോംപ്ലിമെന്റ് ബി ഡി ഓർ എ ബി കോംപ്ലിമെന്റ് ഡി ഓർ എ ബി ഡി കോംപ്ലിമെന്റ് ഓർ എ ബി ഡി അല്ലേ. ഇതിൻ്റെ കൂടെ 2 ടേമുകൾ ഞാൻ ആഡ് ചെയ്യാണ്. അതായത് നമുക്കറിയാം എക്സ് ഓർ എക്സ് ഈക്വൽ ടു എക്സ് തന്നെയാണ് അല്ലേ. എക്സ് ഓർ എക്സ് ഈക്വൽ ടു എക്സ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ എന്താ ചെയ്യുന്നത്? എ ബി ഡിൻ്റെ കൂടെ എ ബി ഡി ഓർ എ ബി ഡി ഞാൻ എഴുതി. ഈ എ ബി ഡി ഓർ എ ബി ഡി എന്താണ്? എ ബി ഡി തന്നെയാണ് അല്ലെ. ആ എ ബി ഡിയും ഓർ എ ബി ഡിയും എന്താണ്? എ ബി ഡി തന്നെയാണ് അല്ലെ. അപ്പൊ എ ബി ഡി എന്ന് പറയുന്ന 2 ടേമുകൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്താലും പ്രത്യേകിച്ച് ഇതിന് ചേഞ്ചുകളൊന്നും വരാൻ പോണില്ല അല്ലെ. ഇപ്പൊ ടോട്ടൽ നമ്മുടെ എക്സ്പ്രഷനിൽ എത്ര ടേമുകൾ വന്നു? 1 2 3 4 5 6 ടേമുകൾ വന്നു അല്ലെ. ഇനി ഇതിലെ കുറച്ച് കോമൺ ടേമുകൾ നമുക്കൊന്ന് ഒരുമിച്ച് എഴുതാനായിട്ട് പറ്റും. അതായത് ഞാൻ ഇതിന് മാറ്റി എഴുതാണ്. എ കോംപ്ലിമെന്റ് ബി ഡി ഓർ എ ബി ഡി. ഓക്കെ. ഓർ ഇനി അടുത്തതും ഇതുപോലെ തന്നെ എഴുതുന്നു. എ ബി കോംപ്ലിമെന്റ് ഡി ഓർ എ ബി ഡി. ഓക്കെ. ഓർ അടുത്തതും ഞാൻ മാറ്റി എഴുതാണ്. എ ബി ഡി കോംപ്ലിമെന്റ് ഓർ എ ബി ഡി. ഇങ്ങനെ മാറ്റി എഴുതിയോണ്ട് വ്യത്യാസമില്ലല്ലോ. ഇല്ല. ഇനി എന്ത് ചെയ്യാം? ഇതില് ബി ഡി ഈ 2 ടേമിൽ നോക്കുകയാണെങ്കിൽ ബി ഡി എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ ബി ഡി ഞാൻ പുറത്തേക്ക് എടുത്ത് എ ഓർ എ കോംപ്ലിമെന്റ് എന്ന് എഴുതുകയാണ്. ഇതിൽ തന്നെ ഞാൻ എഴുതുകയാണ് കേട്ടോ. ബി ഡി പുറത്തേക്ക് എടുത്തിട്ട് എ ഓർ എ കോംപ്ലിമെന്റ് എന്ന് എഴുതി. ഇതിൽ എന്താണ് പുറത്തേക്ക് എടുക്കാൻ പറ്റുക? ഇതിൽ എ ഡി പുറത്തേക്ക് എടുക്കാം അല്ലെ. എ ഡി പുറത്തേക്ക് എടുത്തിട്ട് ബി ഓർ ബി കോംപ്ലിമെന്റ് എഴുതാം. എ ഡി പുറത്തേക്ക് എടുത്തിട്ട് ബി ഓർ ബി കോംപ്ലിമെന്റ് എഴുതാം. ഇനി അതുപോലെ തന്നെ ഇവിടെ എന്ത് പുറത്തേക്ക് എടുക്കാം? എ ബി പുറത്തേക്ക് എടുത്തിട്ട് ഡി ഓർ ഡി കോംപ്ലിമെന്റ് എഴുതാം അല്ലെ. എ ബി പുറത്തേക്ക് എടുത്തിട്ട് ഡി ഓർ ഡി കോംപ്ലിമെന്റ് എഴുതാം. ഓക്കെ. ഇനി എ ഓർ എ കോംപ്ലിമെന്റ് എന്താണ്? 1 ആണ് അല്ലെ. അപ്പോ ബി ഡി ഡോട്ട് 1 എന്താണ്? ബി ഡി തന്നെയാണ് അല്ലെ. ഇത് ഒഴിവാക്കാം. പ്ലസ് ബി ഓർ ബി കോംപ്ലിമെന്റ് എന്താണ്? 1 ആണ്. എ ഡി ഡോട്ട് 1 എന്താണ്? എ ഡി തന്നെയാണ് അല്ലെ. ഇതും ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി. ഇനി ഡി ഓർ ഡി കോംപ്ലിമെന്റ് എന്താ? 1 ആണ്. എ ബി ഡോട്ട് 1 എന്താണ്? എ ബി തന്നെയാണ്. കണ്ടോ? അപ്പൊ അത്രയും വലിയൊരു എക്സ്പ്രഷനെ ഇത്തരത്തിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ക്യാരി. ക്യാരിയുടെ എക്സ്പ്രഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ബി ഡി പ്ലസ് എ ഡി പ്ലസ് എ ബി
ക്ലിയർ ആയോ? അതിനെ വേണമെങ്കിൽ ഒന്നും കൂടെ ഭംഗിയിൽ എഴുതാം, AB + AD + BD, അങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സമ്മിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് D + A കോംപ്ലിമെന്റ് B D കോംപ്ലിമെന്റ് A B കോംപ്ലിമെന്റ് D കോംപ്ലിമെന്റ് + A B D. പക്ഷെ അവിടെ പ്രത്യേകിച്ച് ഒരു രക്ഷയില്ല അല്ലെ, കോമൺ ടേമുകൾ അങ്ങനെ ഒന്നും കാണുന്നില്ല, നമുക്കത് ആഡ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ സമ്മിന്റെ എക്സ്പ്രഷൻ ഇത് തന്നെ ആയിരിക്കും. ക്യാരിയുടെ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഫുൾ ആഡറിന്റെ കേസിൽ സമ്മിന്റെ എക്സ്പ്രഷൻ ഇതാണ്, A കോംപ്ലിമെന്റ് B D + A കോംപ്ലിമെന്റ് B D കോംപ്ലിമെന്റ് + A B D കോംപ്ലിമെന്റ് + A B D. ഇതാണ് ഒരു സമ്മിന്റെ എക്സ്പ്രഷൻ. ഒരു ഫുൾ ആഡറിന്റെ കേസിൽ ഇതാണ് എക്സ്പ്രഷൻ വരിക സമ്മിന്റെ. ഇനി ക്യാരിയുടെ എക്സ്പ്രഷൻ ഏതാണ്? AB + AD + BD. ഇതാണ് ക്യാരിയുടെ എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ സമ്മിന്റെയും ക്യാരിയുടെയും എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ കറസ്പോണ്ടിങ് ലോജിക് സർക്യൂട്ട് നമ്മൾ വരയ്ക്കണം അല്ലെ. ലോജിക് സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം, എളുപ്പമല്ലേ? ആൻഡും ഓറും നോട്ടും വെച്ചിട്ട് ലോജിക് സർക്യൂട്ട് വരയ്ക്കാനായിട്ട് പറ്റും. ആദ്യം നമുക്ക് ഏതിന്റെ വരയ്ക്കേണ്ടത്? ക്യാരിയുടെ വരയ്ക്കാം. ക്യാരിയുടെ വരയ്ക്കാനായിട്ട് ഏതൊക്കെയാണ് ഇൻപുട്ട് വരിക? AB വരും, AD വരും, BD വരും അല്ലെ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, A B D എന്ന് പറയുന്ന 3 ഇൻപുട്ട് കൊടുത്തിട്ട് സെപ്പറേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് വരയ്ക്കാം. അങ്ങനെ വരയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, AB എന്ന് പറയുന്ന 2 ഇൻപുട്ട്, AD എന്ന് പറയുന്ന ഇൻപുട്ട്, BD നമുക്ക് വേണ്ട, നമുക്ക് ക്യാരിക്ക് ഇത് തന്നെ വരയ്ക്കാം. അതായത് ക്യാരിയുടെ എക്സ്പ്രഷൻ വരയ്ക്കുമ്പോൾ A എന്ന് പറയുന്ന ഇൻപുട്ടും B എന്ന് പറയുന്ന ഇൻപുട്ടും D എന്ന് പറയുന്നതിന്റെ ഇൻപുട്ടും ആദ്യം എന്താ ചെയ്യേണ്ടത്? Aയും Bയും കൂടെ ആഡ് ചെയ്യുന്നു. Aയും B ഇത്തിരി ഫ്രണ്ടിലോട്ട് നീട്ടുകയാണ് കേട്ടോ. Aയും Bയും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ AB കിട്ടി. ഇനി അടുത്തത് Aയും Dയും കൂടെ ആഡ് ചെയ്യുന്നു. പിന്നെ Bയും Dയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ Bയും Dയും കൂടെ ഞാൻ ആദ്യം വരയ്ക്കുകയാണ് കേട്ടോ ഇവിടെ. ഓക്കെ, BD ഇത് വരച്ചു. ഇനി അടുത്തത് Aയും Dയും കൂടെ. A ഞാൻ ഇവിടുന്ന് എടുക്കുകയാണ്, Aയും അതുപോലെ തന്നെ ഇവിടുന്ന് Dയും. ABയും BDയും ADയും. ഇതാണ് നമ്മുടെ ക്യാരി എന്ന് പറയുന്നതിന്റെ ലോജിക് സർക്യൂട്ട് വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് സമ്മിന്റെ ലോജിക് സർക്യൂട്ടും വരയ്ക്കാനായിട്ട് സാധിക്കും. സമ്മിന്റെ ലോജിക് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ A കോംപ്ലിമെന്റ് 3 ഇൻപുട്ടുകളാണുള്ളത്. കൺഫ്യൂഷൻ ആയി പോകരുത് കേട്ടോ വരയ്ക്കുമ്പോൾ. എങ്ങനെ വരും? A എന്ന് പറയുന്ന ഒരു ഇൻപുട്ട്, B അതുപോലെ തന്നെ D. എല്ലാത്തിനും കോംപ്ലിമെന്റും വേണം അല്ലെ. ഇത് A കോംപ്ലിമെന്റ് ആയി, ഇത് B കോംപ്ലിമെന്റ് ആയി, ഇത് D കോംപ്ലിമെന്റ് ആയി. ഇനി ഫസ്റ്റ് ടൈം ഏതാ വരുന്നത്? A കോംപ്ലിമെന്റും B കോംപ്ലിമെന്റും Dയും കൂടെ ആഡ് ചെയ്യാം. A കോംപ്ലിമെന്റും B കോംപ്ലിമെന്റും Dയും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ദാ ഇങ്ങനെ വരൂല്ലേ, ഇവിടെ നിൽക്കുമ്പോൾ തെറ്റിപ്പ് വരും കേട്ടോ. Dയും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് A കോംപ്ലിമെന്റും Bയും D കോംപ്ലിമെന്റും കൂടെ. A കോംപ്ലിമെന്റും Bയും D കോംപ്ലിമെന്റും കൂടെ. അപ്പോൾ A കോംപ്ലിമെന്റ് ഇവിടുന്ന് എടുക്കാം. A കോംപ്ലിമെന്റും D കോംപ്ലിമെന്റും പിന്നെ ഏതാണ്? Bയും വേണം അല്ലെ. B ഇവിടുന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഇതൊരു ആൻഡ് ഗേറ്റ് വന്നു. ഓക്കെ, ഇനി അടുത്തത് Aയും B കോംപ്ലിമെന്റും D കോംപ്ലിമെന്റും. Aയും B കോംപ്ലിമെന്റും D കോംപ്ലിമെന്റും. അപ്പൊ ഞാനിത് ഇവിടെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ക്യാരിയുടെ എക്സ്പ്രഷൻ ഞാൻ അങ്ങോട്ട് മാറ്റിയാണേ. Aയും B കോംപ്ലിമെന്റും ഇവിടെ നിന്ന് എടുക്കാം. B കോംപ്ലിമെന്റും ഇനി ഒരു D കോംപ്ലിമെന്റ് വേണം. ഇങ്ങനെ 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 ഇങ്ങനെ. ഓക്കെ, D കോംപ്ലിമെന്റ്. ഇനി അടുത്തത് ഏതാണ്? ABD. Aയും Bയും Dയും കൂടെ ഒരു ആഡ് ചെയ്യാം. ഇത് A ആണ്, Aയും Bയും Dയും.
തെറ്റി പോരുത് കേട്ടോ. ഇങ്ങനെ വരും. ഇതാണ് സമ്മിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്, സോറി ലോജിക് സർക്യൂട്ട് വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇൻപുട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ നോട്ട് ഇങ്ങനെ ഏതെങ്കിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻസ് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു ഹമ്പ് പോലെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്നതിൻ്റെ മീനിങ് ആണിത്. ഇനി എന്ത് ചെയ്യണം? കഴിഞ്ഞിട്ടില്ല. ഈ ആൻഡ് ഗേറ്റുകളുടെ ഔട്ട്പുട്ട് എല്ലാം കൂടെ എന്ത് ചെയ്യണം? ഓർ ചെയ്യണം അല്ലേ? മറക്കരുത് കേട്ടോ. ഇതെല്ലാം കൂടെ ഓർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സം എന്ന് പറയുന്ന എക്സ്പ്രഷൻ. ക്ലിയർ ആയല്ലോ? ഇതാണ് ഫുൾ ആഡറിൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷൻ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ആദ്യം കോമ്പിനേഷൻ സർക്യൂട്ട് എന്താണെന്ന് പറഞ്ഞു, സീക്വൻഷ്യൽ സർക്യൂട്ട് എന്താണെന്ന് പറഞ്ഞു, കോമ്പിനേഷൻ സർക്യൂട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹാഫ് ആഡറും ഫുൾ ആഡറും നമ്മൾ ഡിസൈൻ ചെയ്തു. ഹാഫ് ആഡറിൻ്റെ ട്രൂത്ത് ടേബിൾ, അതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ. ഫുൾ ആഡറിൻ്റെ ട്രൂത്ത് ടേബിൾ, അതിൽ സമ്മിൻ്റെയും ക്യാരിയുടെയും ബൂളിയൻ എക്സ്പ്രഷൻ. എന്നിട്ട് സമ്മിൻ്റെ കറസ്പോണ്ടിങ് ലോജിക് സർക്യൂട്ട് ഹാഫ് ആഡറിനും ഫുൾ ആഡറിനും വരച്ചു. ക്യാരിയുടെ കറസ്പോണ്ടിങ് ലോജിക് സർക്യൂട്ട് ഹാഫ് ആഡറിനും ഫുൾ ആഡറിനും വരച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സബ്ട്രാക്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം.